പിൻവാതിൽ നിയമനം, മുൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ സമരം ചെയ്യുന്നതായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഓരോ വ്യക്തികളുടെയും PSC ഒക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എഫേർട്ട് എത്രത്തോളം ആണ് എന്നുള്ളത് ഞാൻ കുറച്ച് കാലം ട്രൈ ചെയ്ത ഒരാളാണ്. എൻ്റെ ബ്രദർ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആ ജോലി കിട്ടാതെ വരുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും വിഷമവും എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞറിയിക്കാൻ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ അറിയണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ക്യാഷൊക്കെ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് കൂടെ വലിഞ്ഞു കയറുന്ന സമയത്ത് അതിൻ്റെ ഒന്നും വില ആർക്കും മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC എഴുതി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു, അപ്പോൾ ആ ഭാഗത്തേക്ക് എത്ര ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാനായിട്ട് നിങ്ങൾ വിവരാവകാശ കമ്മീഷൻ വഴി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എത്ര ഒഴിവുകളുണ്ട്, ഇപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ട് അവിടെ ആരൊക്കെയാണോ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. ഇവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ പോലും ഒരു ഏജ് പ്രയോറിറ്റിയോ കാര്യങ്ങളോ കൊടുക്കാതെ പലരും അതുവഴി കയറി കൂടുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇത്തരം പിന്നെ നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോൾ അയാളെ കയറ്റാം ഇയാളെ കയറ്റാം എന്നൊക്കെ പറഞ്ഞ് തിരികെ കയറ്റി കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയിലോട്ട് പോകും. നോർമലി പിന്നെ നമ്മുടെ ഏജ് പ്രയോറിറ്റിയിലൊക്കെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ അവൻ്റെ ചെറുപ്പകാലത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒരു പ്രതീക്ഷയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആളുകളെയൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ പിൻബലത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിൻബലത്തിലോ കയറ്റി നിങ്ങൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട വ്യക്തി അവിടെ തൻ്റെ ഏജ് കഴിയോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദയവ് ചെയ്ത് ഓരോ ഗവൺമെൻറ് നിങ്ങൾ മാറി മാറി ഭരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്ത ആളുകളെ കയറ്റണം എന്നുള്ളതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.